സുരേഷ് ഗോപി വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പുള്ളിയെ കൊണ്ട് ബീഫ് തീറ്റിക്കണതുണ്ട്. കുട്ടികൾക്ക് ഇത്ര പൈസ വെച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ 3000 രൂപയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കണം. അല്ലെങ്കിൽ BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നിൽക്കുന്നത്. അവർ പ്രതികരിച്ചാൽ പിന്നെ കോൺഗ്രസിന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത് നടപ്പിലാക്കണം. കോൺഗ്രസിൻ്റെ നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ അവരിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സീനിയർ നേതാവ് എന്ന രീതിയിൽ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. പിന്നെ ഇനി ഈ കയറ്റം UDF തുടർന്നു കൊണ്ടുപോകണമെന്നില്ല. കാരണം ജനങ്ങളെപ്പോഴും മാറി ചിന്തിക്കുന്നവരാണ്. ഈ ഇവിടെ താരാരാധനയോ അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയ വിശ്വാസമോ ഒന്നും തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾക്കില്ല. ആരും വന്നാലും നമ്മൾ ഇതിട്ടാം, അത്രേ ഉള്ളൂ. രമേശ് ചെന്നിത്തലനാണ് ഉപമുഖ്യമന്ത്രിയാക്കാൻ നോക്കിയതല്ലേ? ഓർമ്മയുണ്ട കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഇരിക്കാൻ നേരത്ത് നോക്കിയതാണ്. എന്നിട്ട് നടന്നില്ല. അങ്ങനെ കൊടുക്കണം, ലീഗിനല്ലേ സീറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ആക്കിയില്ല. എനിക്ക് അയാൾ സീനിയറായിട്ട് അയാൾ അല്ലെങ്കിൽ KC വേണുഗോപാൽ. ഈ VD സതീശന് ഒരാളെ നോക്കിയത് എന്താണ്? ഒരു മിനിസ്റ്ററോടായിട്ടില്ല ഇന്നവരെ. പിന്നെ എന്തിനാ നേരിട്ട് ചീഫ് മിനിസ്റ്റർ? മുഖ്യമന്ത്രിയുടെ തീർച്ചയായിട്ടും VD സതീശനായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ലിറ്ററസി. രമേശ് ചെന്നിത്തല. KC വേണുഗോപാലിന്റെ പേരിൽ വരിക. കേന്ദ്രത്തിൽ നിന്നാണ് ഈ 4 പേരിൽ ആരെയെന്ന് വെച്ചാൽ തീരുമാനിക്കേണ്ടത്. എൻ്റെ ഇപ്പോഴത്തെ കുഞ്ഞാലിക്കുട്ടിയാണുള്ളത്. പുള്ളിക്കാരൻ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക്. അദ്ദേഹം ആവണമെന്നുള്ള കാരണം എന്താ? എക്സ്പീരിയൻസ് തന്നെ. ഇപ്പം ഭൂമിയിൽ ഇറങ്ങി വന്നാല മനുഷ്യർക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് സാധ്യമില്ല നല്ല ഭരണം കാഴ്ചവെക്കാൻ. കുരുട്ടുപാലക്കായ എന്ന് പറയുന്നത് ചറ വരുന്നൊരു കായുണ്ട്. ആ ഞെട്ടിൽ ആ കാ കിടക്കുന്നത് തിരിഞ്ഞേ കിടക്കുള്ളൂ, ഒരു ഞെട്ടിലാണെങ്കിലും. അതേപോലെയാണ് പലപ്പോഴും ജനങ്ങൾ കണ്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനം. അവരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. മറ്റുള്ള പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ അത് പൊതുവെ രംഗത്ത് കാണിക്കുന്നില്ല. അവർ ഉൾപാർട്ടി ജനാധിപത്യമാണ്. അങ്ങനെ കേരളം വിധി എഴുതി കഴിഞ്ഞു. 10 വർഷത്തിനു ശേഷം അതിശക്തമായി 102 സീറ്റോടെ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഒരൊറ്റ ചോദ്യം മാത്രം: ഹു ഈസ് ദ നെക്സ്റ്റ് CM? അതെ, അടുത്ത മുഖ്യമന്ത്രി ആരാകണം? VD സതീശനോ, രമേശ് ചെന്നിത്തലയോ, KC വേണുഗോപാലോ, അതോ മറ്റൊരു മുഖമോ? ഹൈക്കമാൻഡിന്റെ തീരുമാനം അറിയും മുമ്പേ ജനങ്ങളുടെ മനസ്സിലെ ആ ജനനായകൻ ആരാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വന്നാലോ? രമേശ് ചെന്നിത്തല. അദ്ദേഹം ആവണമെന്നുള്ള കാരണം എന്താ? എക്സ്പീരിയൻസ് തന്നെ. പഴയ നേതാവല്ലേ. സുരേഷ് ഗോപി വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പുള്ളിയെ കൊണ്ട് ബീഫ് തീറ്റിക്കണതുണ്ട്. കോൺഗ്രസിനാണ് ഞാൻ വോട്ട് ചെയ്തത് ആക്ച്വലി. പക്ഷേ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് സുരേഷ് ഗോപി വരണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. കോൺഗ്രസിന് വോട്ട് ചെയ്തത് എൻ്റെ ഒരു വാശിപ്പുറത്ത് ചെയ്തതാണ്. ഞാൻ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. കമ്മ്യൂണിസത്തിൻ്റെ രാഷ്ട്രീയ ഭാവവും അതുപോലെ പിണറായി സർക്കാരിൻ്റെ ഈ 2 വർഷത്തെ ക്രൂരമായ ഭരണവും കണ്ട് വെറുത്തിട്ടാണ് ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. രമേശ് ചെന്നിത്തലനാണ് ഉപമുഖ്യമന്ത്രിയാക്കാൻ നോക്കിയതല്ലേ? ഓർമ്മയുണ്ട കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഇരിക്കാൻ നേരത്ത് നോക്കിയതാണ്. എന്നിട്ട് നടന്നില്ല. അങ്ങനെ കൊടുക്കണം, ലീഗിനല്ലേ സീറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ആക്കിയില്ല. എനിക്ക് അയാൾ സീനിയറായിട്ട് അയാൾ അല്ലെങ്കിൽ KC വേണുഗോപാൽ. ഈ VD സതീശന് ഒരാളെ നോക്കിയത് എന്താണ്? ഒരു മിനിസ്റ്ററോടായിട്ടില്ല ഇന്നവരെ. പിന്നെ എന്തിനാ നേരിട്ട് ചീഫ് മിനിസ്റ്റർ? മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ച VD സതീശനല്ലേ. അപ്പോൾ സതീശൻ വരട്ടെ. ആ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും ഇത്ര സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞത് ആരാണ്? VD സതീശനാണ്. അപ്പോൾ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരട്ടെ. ഇനി അതിനുവേണ്ടി കടിഞ്ഞാണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി അടുത്ത വർഷം BJPക്കുള്ള ഭരണത്തിലേക്കുള്ള ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കളിക്കുകയാണ് ഇവർ. ഇപ്പോൾ കൂടുതലായിട്ട് സീറ്റുകൾ കിട്ടി ഭരണത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി തമ്മിൽ തല്ലി അടിച്ച് മരിച്ച് അവസാനം അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇത് BJPയുടെ കൈ കിട്ടും. പിന്നെ പറഞ്ഞതെല്ലാം നടപ്പിലാക്കണം. സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത്ര പൈസ വെച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ 3000 രൂപയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കണം. അല്ലെങ്കിൽ BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നിൽക്കുന്നത്. അവർ പ്രതികരിച്ചാൽ പിന്നെ കോൺഗ്രസിന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത് നടപ്പിലാക്കണം. VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ. അതാണ് നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ സെലക്ട് ചെയ്യാൻ പറ്റിയത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായിക്ക് എന്തായാലും ഇപ്പം വയ്യായ്മയായി ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ ആ മനുഷ്യന് പറ്റൂല. വേറെ ഒരു നല്ലൊരു വ്യക്തി വരട്ടെ. സുരാജിനൊക്കെ ഇവരെന്തുകൊണ്ട് നിർത്താതെ ഇരുന്നത്? സുരാജ് ഉണ്ടല്ലോ, സുരാജിനൊന്നും നിർത്തിയില്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നിലും നിർത്തിയില്ല. അയാളെ താഴത്തേക്ക് തള്ളി വെച്ചിരിക്കുക. അയാളൊക്കെ ഉയർന്നു വരണമായിരുന്നു. അയാൾ വരണമെങ്കിൽ ആ പാർട്ടി വിജയിച്ചു പോയേനെ. ഇതൊന്നും ചെയ്തില്ല. നല്ല ചങ്കൂറ്റുള്ളവരെല്ലാം താഴ്ത്തിക്കളഞ്ഞു. അതുകൊണ്ടാണ് പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കോർഡിനേഷൻ ഭയങ്കരമായിരുന്നു. ഇനിയും അദ്ദേഹം ഈ അവരുടെ പ്രസ്ഥാനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു സംവിധാനം, ഒരു കഴിവ് പുള്ളിക്കുണ്ട്. വളരെ സരളമായ രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം കൂടിയാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം 35% ആൾക്കാർ
മാറി ചിന്തിക്കുന്നവരാണ് എപ്പോഴും. ഒരു കൊടിയുടെ കീഴിലും നിൽക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളുടെയും അതേപോലെ തന്നെ നിപ്പ, കൊറോണ, പ്രളയം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ട ചില സമയോചിതമായിട്ടുള്ള രീതിയും കാര്യങ്ങളും ഒക്കെ ആണ് അവരെ വീണ്ടും അധികാരത്തിലേറ്റുവാനായിട്ട് സഹായിച്ച ഘടകങ്ങൾ. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി ഭേദമന്യേ എല്ലാവരെയും കൂടി ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഗുണം. അതുകൊണ്ട് ഭരണ നേട്ടം കൊണ്ടല്ല, നേരെ മറിച്ച് ജനങ്ങളതിൽ ശരിക്കും ഒഴുകി ചേർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ കയറി. പിന്നെ ഇനി ഈ കയറ്റം UDF തുടർന്ന് കൊണ്ടുപോകണമെന്നില്ല. കാരണം ജനങ്ങളെപ്പോഴും മാറി ചിന്തിക്കുന്നവരാണ്. ഈ ഇവിടെ താരാരാധനയോ അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയ വിശ്വാസമോ ഒന്നും തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾക്കില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ അവരിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സീനിയർ നേതാവെന്ന രീതിയിൽ രമേശ് ചെന്നിത്തല, പിന്നെ വളരെയധികം AICC അഖിലേന്ത്യാ തലത്തിൽ ഹോൾഡറുള്ള ആ വ്യക്തി എന്ന രീതിയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ, കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ KC വേണുഗോപാൽ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധ ചെല്ലുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും. അതിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വി ഡി സതീശൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് ഈ വിജയം. അവരെല്ലാവരും കൂടി പൊതുവേ എന്താ പറയുക, കുരുട്ടുപാലക്കായ എന്ന് പറയുന്നത് ചറവരുന്നൊരു കായുണ്ട്. ആ ഞെട്ടിൽ ആ കായ കിടക്കുന്നത് തിരിഞ്ഞേ കിടക്കുള്ളൂ, ഒരു ഞെട്ടിലാണെങ്കിലും. അതേപോലെയാണ് പലപ്പോഴും ജനങ്ങൾ കണ്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനം. അവരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. മറ്റുള്ള പ്രശ്നത്തിലുണ്ടെങ്കിൽ അത് പൊതുവേ രംഗത്ത് കാണിക്കുന്നില്ല. അവർ ഉൾപാർട്ടി ജനാധിപത്യമാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി ആ മന്ത്രിസഭ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്തു. 300-ലധികം പാലങ്ങൾ, പിന്നെ എല്ലാം IT ഫീൽഡാക്കി മാറ്റി. ഈ ഹോസ്പിറ്റലുകളാണെങ്കിൽ തന്നെ നല്ല ഹൈടെക് രീതിയിലൊക്കെ മാറ്റി ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. ഒത്തിരി റോഡുകൾ വന്നു. എൻ്റെ നാട്ടിൽ തന്നെ ഒരു തുരുത്തിലേക്ക്, ഏകദേശം ഒരു 12,000-ഓളം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു തുരുത്തിലേക്കാണ് കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം. അരുവിക്കുറ്റി പെരുമ്പളമാണ്. അത് അരുവിക്കുറ്റിക്കാരനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കൂടിയൊക്കെ വന്നപ്പോഴൊക്കെ ജനങ്ങൾക്ക് വളരെയധികം മതിപ്പുണ്ടതിൽ. പക്ഷേ മാറി ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളും, പിന്നെ പ്രസ്ഥാനത്തിൽ തന്നെ തുടർഭരണം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് അവർ വളരുന്നത്. സമരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ശക്തമായൊരു പ്രതിപക്ഷമായിരിക്കും എപ്പോഴും ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഒരാൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വോട്ട് ചെയ്യാത്തത് കാരണം ചില മനുഷ്യനെ കൊണ്ട് ഈ ഭൂമിയെ നല്ല ഭരണം കാഴ്ചവെക്കാൻ ആർക്കും പറ്റില്ല. ഇപ്പം ഭൂമിയിൽ ഇറങ്ങി വന്നാൽ മനുഷ്യർക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് സാധ്യമില്ല നല്ല ഭരണം കാഴ്ചവെക്കാൻ ഈ ഭൂമിയിൽ. അത് ഞാൻ പഠിച്ചു. ഞാൻ ഒരൊറ്റ ആൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നേ വരെ വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ കൈകൊണ്ട് ജന്മനാ തന്നെ ഒരൊറ്റ ആൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. എന്താ കാരണം, ആദാമും ഹവ്വയും പാപം ചെയ്തില്ല. ആ പാപം എല്ലാവരിലും ഉണ്ട്, എന്നിലും ഉണ്ട്. അപ്പോൾ പാപം നിറഞ്ഞിരിക്കുന്ന ആ അവസ്ഥയിൽ ഒരു ഭരണം നല്ലത് ഈ ജീവിതത്തിൽ കാഴ്ചവെക്കാൻ പറ്റില്ല ആർക്കും, ഏത് പാർട്ടിക്കും. ഞാൻ വോട്ട് ചെയ്തിട്ടില്ല ഇന്നേ വരെ. എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ആൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ അവകാശമല്ലേ, അതിപ്പോൾ വിനിയോഗിക്കണ്ടേ? അവകാശം ശരി, പക്ഷേ ഭരണം ആർക്കും സാധ്യമില്ല. അതെ, ഞാൻ ഒരൊറ്റ പൗരന്മാരെ എതിർക്കുന്നില്ല. ആര് പണിയെ ഭരിച്ചോട്ടെ. ഞാൻ വരട്ടെ, ഞാൻ കുറ്റം പറയില്ല. കരഞ്ഞില്ല, ഭരിച്ചോട്ടെ, ജയിച്ചവര് ഭരിച്ചോട്ടെ. അതുകൊണ്ട് ഞാൻ എതിർപ്പില്ല. മുഖ്യമന്ത്രിയുടെ തീർച്ചയായിട്ടും VD സതീശനായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ലിറ്ററസി പുള്ളിക്കാരൻ ഫോക്കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക്. ഇപ്പം എന്തുകൊണ്ടും VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. VD സതീശൻ തന്നെയല്ലേ? അയാളെ പ്രതിപക്ഷ നേതാവല്ലേ, മുൻഗണന അയാൾക്കുണ്ടാവല്ലോ. KC വേണുഗോപാലിന്റെ പേരില്ലേ വരിക? അവര് ആരാണ് മുൻഗണന വെച്ചാൽ അവർക്ക് കൊടുക്കട്ടെ. ആരും വന്നാലും നമ്മൾക്ക് ഇത് കിട്ടണം, അത്രേ ഉള്ളൂ. ആരാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ കേന്ദ്രത്തിൽ നിന്നുള്ള തീരുമാനിക്കണം. അല്ലാണ്ട് ഇവരല്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്നാണ് ഈ 4 പേരിൽ ആരെയെന്ന് വെച്ചാൽ തീരുമാനിക്കേണ്ടത്. കാരണം അവർ എന്താണ് ഇവർ കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശരിക്കും പറഞ്ഞാൽ 4 പേർക്കുള്ള ചാൻസാണ്. കുഞ്ഞാലിക്കുട്ടി ഉണ്ട്, മറ്റേ കേന്ദ്രത്തിലെ ആളുണ്ട്, ഇവിടുത്തെ 2 പേരുണ്ട്. അതായത് VD സതീശൻ, ചെന്നിത്തല, അങ്ങനെ 4 പേര്. KC വേണുഗോപാൽ അത് കേന്ദ്രത്തിൻ്റെ.
അങ്ങനെ ഈ 4 പേരിൽ, അതായത് ഒന്ന് കുഞ്ഞാലിക്കുട്ടി, ഈ 4 പേരിൽ ആരെ വേണമെന്നുള്ള തീരുമാനിക്കേണ്ടത് കേന്ദ്രം അവിടെ നിന്ന് തീരുമാനിക്കണം. അവിടെ നിന്ന് തീരുമാനിച്ചിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ഇവർ തമ്മിൽ ഉള്ള കടിപിടുത്തം ഉണ്ടാവും. അത് ഒഴിവാക്കണമെങ്കിൽ ഒറ്റ വഴി അവിടെ നിന്നുള്ള തീരുമാനം. ഏതൊക്കെ പോസ്റ്റ് ആർക്ക് കൊടുക്കണം, ആ പോസ്റ്റ് കറക്റ്റായിട്ട് കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ എല്ലാം പരിഹരിച്ചു. അത് വലിയൊരു ചോദ്യമുണ്ടോ? കാരണം എൻ്റെ ഇപ്പോഴത്തെ കുഞ്ഞാലിക്കുട്ടിയാണ് നല്ലത്. കാരണം പുള്ളിക്കൊരു ചാൻസ് കൊടുക്കണ്ടേ. പിന്നെ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, നല്ല ആൾക്കാരുണ്ട്. അതൊരു ചർച്ച വിഷയം തന്നെയാണ്. പിന്നെ ആരായാലും നമ്മൾ പണിയെടുത്താലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ആരായാലും നമുക്ക് വിഷയമൊന്നുമില്ല. നല്ല രീതിയിൽ കേരളം മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി, അല്ലേ പറയാനുള്ളൂ. നല്ലതായിരുന്നില്ലേ? നല്ല ഭരണമായിരുന്നല്ലോ. കുറേ പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ പുള്ളി തരണം ചെയ്തിട്ടുണ്ട്. നല്ല ഭരണമായിരുന്നു. ഇങ്ങനെ ഒരു പൊക്കമെന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ നിപ്പയുടെ സമയത്തും ഈ പറഞ്ഞ പോലെ പ്രളയത്തിൻ്റെ സമയത്തും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ നല്ല ഭരണമായിരുന്നു. ഒരു രാഷ്ട്രീയ ശക്തിക്കും ഇല്ലാത്ത രീതിയിലുള്ള ഇതിൽ നിന്നുണ്ട്. 10 കൊല്ലവും നല്ല ഭരണം തന്നെയായിരുന്നു. പിന്നെ ഇപ്രാവശ്യം തോന്നിയതല്ലേ, ഇപ്പം 3ാം ഭരണം അത് മാറ്റം ആണല്ലോ. മാറ്റം അനിവാര്യമാണ്. കാലം അത് ആവശ്യപ്പെടുന്നു. നല്ല തന്നെ, ഇതിൽ ആരും മാറ്റമില്ല. ഇനി ആര് വരും എന്നുള്ള ചോദിച്ചിട്ടാണ്. ജയിച്ച പാർട്ടിക്കാർ ആരെങ്കിലും എനിക്ക് വി ഡി സതീശൻ തന്നെ ആകണം. ഞാൻ കട്ടപ്പന ഇടുക്കി താമസിക്കുന്നതാണ്. ഇവിടെ ജോലിക്ക് വന്ന് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലമെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കും. അപ്പം ഞങ്ങൾക്ക് വി ഡി സതീശൻ തന്നെ ആകണം. എന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം അദ്ദേഹം തന്നെ ആകണമെന്നുള്ള. വി ഡി സതീശൻ. കാരണം എന്താ? കാരണം അദ്ദേഹം നിലപാടുള്ള ഒരു പ്ലാനിങ് ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് വി ഡി സതീശൻ വരണം എന്ന് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? അത് ഒന്നും ആവാത്തതുകൊണ്ടാണല്ലോ ഇപ്രാവശ്യം ഭരണം മാറിയത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ പോരാ എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്ത പ്രതിപക്ഷ നേതാവായിട്ട് ആര് വരണം? അതെനിക്ക് അറിയില്ല. മുഖ്യമന്ത്രി എന്തായാലും വി ഡി സതീശൻ വരണം. അല്ല, എനിക്ക് ആഗ്രഹമുള്ള ആള് ഇപ്പോൾ ഇറങ്ങി. ഇനിയിപ്പോൾ ആര് വന്നാലും കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നല്ല പ്രവർത്തനങ്ങളായിരുന്നു. നമുക്ക് ഇപ്പോൾ ഏതായാലും 2 വശമുണ്ടല്ലോ. പോസിറ്റീവ് വശമുണ്ട്, നെഗറ്റീവ് വശമുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന കേരളം നേരിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മാറ്റം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. മാറ്റം ഉണ്ടാവും. ജനങ്ങൾക്ക് ഒരു ചിന്ത വരാം, ഒന്ന് മാറണം എന്നുള്ള ചിന്ത ഉണ്ടാവാം. പിന്നെ പ്രതിപക്ഷത്ത് ഇരിക്കുക എന്നുള്ളത് എല്ലാം കൊണ്ടും യോഗ്യനാണ് നമ്മുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അത്രയും ശക്തമായൊരു പ്രതിപക്ഷം ഇതുവരെ കാഴ്ചവെക്കാൻ കഴിഞ്ഞുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. സതീശൻ, വി ഡി സതീശൻ, അതാണ് അഭിപ്രായം. വി ഡി സതീശൻ. കാരണം എന്താ? പുള്ളിയാണ് പ്രതിപക്ഷ നേതാവ്. പുള്ളിയാണ് 5 വർഷം ശരിക്കും നമ്മളുടെ ഭരണകക്ഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി നല്ല പക്വതയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഭരണം ആര് നന്നായിട്ട് കാഴ്ചവെക്കുന്ന അവർ നല്ല മുഖ്യമന്ത്രി. അത് കെ സി വേണുഗോപാലായാലും ശരി, ഈ പറഞ്ഞ പോലെ വി ഡി സതീശൻ. നല്ല ഭരണം ആര് കാഴ്ചവെക്കുന്നോ അവരായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രി എന്നുള്ളതാണ്. നല്ല രീതിയിൽ നല്ല വികസനങ്ങൾ കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു പിണറായി വിജയൻ സാറ്. സതീശൻ സാറാണ് ആഗ്രഹം. പുള്ളി വരട്ടെ. പുള്ളിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് പാർട്ടീനെ ഇങ്ങനെ കൊണ്ടുവന്നത്. പുള്ളി വരണമെന്ന് ആഗ്രഹം. വി ഡി സതീശൻ. കാരണം എന്താ? കാരണം എന്താണെന്ന് വെച്ചാൽ വി ഡി സതീശന് ഇഷ്ടമാണ്. പിന്നെ എല്ലാവരെയും ഒരു ഇതുപോലെ കാണുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ശരിക്കും വരേണ്ടത് രമേശ് ചെന്നിത്തല. കാരണം പുള്ളി നല്ലൊരു നേതാവാണ്. പിന്നെ അതുപോലെ എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തതുപോലെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രീതിജനകമായ രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് രമേശ് ചെന്നിത്തല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ? കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളാണ് വളരെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ നേട്ടങ്ങളാണ്. കാരണം 5 ലക്ഷത്തിലേറെ വീടുകൾ കൊടുത്തു. പിന്നെ എല്ലാ ജനങ്ങൾക്കും ഈ പെൻഷൻ, പിന്നെ വാർദ്ധക്യ പെൻഷനുമായിട്ട് പിന്നെ എല്ലാ ജനങ്ങൾക്കും, അതായത് ഒരു പറഞ്ഞാൽ ഒരു 5 ലക്ഷം, 6 ലക്ഷത്തോളം ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഈ ധനസഹായങ്ങൾ. അതേപോലെ മെഡിക്കൽ, അതായത് ഹൈടെക് ആക്കി നമ്മുടെ സ്കൂളുകളും എല്ലാ രീതിയിലും തന്നെ ഈ എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ജനങ്ങൾക്ക് തെറ്റുപറ്റിയ എന്നുള്ളൊരു മാത്രം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളൂ. എൽ ഡി എഫ് സർക്കാർ ചെയ്ത പോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ എന്ന് മാത്രം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി
ഒരു വാക്ക് സംസാരിച്ചു. ഓക്കെ. വി ഡി സതീഷ്. കാരണം പ്രത്യേകിച്ച് കാരണം പൊളിറ്റിക്സ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല, പിന്നെ സാധാരണ എല്ലാവരും പറയാതെ വി ഡി സതീഷ് എന്നാണ്, അതുകൊണ്ട് പറഞ്ഞു.